ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു നെജൂസ് വേൾഡ്. നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് തന്നെ കാണാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് 3-4 പച്ചമുളക്, 3-4 വെളുത്തുള്ളി, ചെറിയ കഷ്ണം ഇഞ്ചി ഇട്ട് നല്ലപോലെ ഒന്ന് ചതച്ചെടുക്കുക. ഇനി ഒരു പാന് വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇനി ഒരു 3 വലിയ ഉള്ളി നേരിയതായിട്ട് നീളത്തിൽ കട്ട് ചെയ്യുക. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. നല്ലതുപോലെ അത് നല്ല വാടി വരണം. അതുവരെ ഒന്ന് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് ഒന്ന് വാട്ടിയെടുക്കുക കേട്ടോ. ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക, അധികമായി പോകാണ്ട് നോക്കുക കേട്ടോ. അപ്പം ഇത് ആ ഒരു പച്ചക്കറി എടുക്കരുത്, നല്ലോണം വാടി പോകണം, എന്നാലേ അതിൻ്റെ ഒരു പെർഫെക്റ്റ് ടേസ്റ്റ് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഏകദേശം ഉള്ളിയുടെ ആ ഒരു പച്ചമുളകൊക്കെ മാറിക്കഴിഞ്ഞാൽ നമുക്ക് ചതച്ച് വെച്ച ആ ഒരു പച്ചമുളകും വെളുത്തുള്ളിയൊക്കെ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിനെ കുറച്ച് മയോണൈസ് ഉണ്ടാക്കിയെടുക്കണം. ഞാൻ ഓൾറെഡി ഇതിനൊക്കെ വീഡിയോ വേറെ സെപ്പറേറ്റ് ആയിട്ട് ഇട്ടതാണ്, അതുകൊണ്ട് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. സൺഫ്ലവർ ഓയിലിലേക്ക് 2 വെളുത്തുള്ളി അല്ലിയിടുക. എന്നിട്ട് നല്ല തണുത്ത പാല് ഒഴിച്ചു കൊടുക്കുക. പാലൊഴിക്കുമ്പോൾ നല്ല തണുത്ത് തന്നെ എടുക്കുക കേട്ടോ. ഇനി കുറച്ച് വിനാഗിരി അതുപോലെ ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. ഇനി നല്ലപോലെ ഒന്ന് മിക്സിയിലിട്ടിട്ട് അടിച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള എന്താ പറയുക, ഹെൽത്തി ആയിട്ട് ഞാൻ പറയുന്നില്ല, ഓയിലുണ്ട്, എന്നാലും മുട്ടയൊക്കെ ഒഴിവാക്കിയിട്ടുള്ള മയോണൈസാണ്. അപ്പം എല്ലാവർക്കും ഇത് ഉണ്ടാക്കാൻ എളുപ്പമായിരിക്കും. ഒന്ന് ട്രൈ ആക്കി നോക്കട്ടോ. നല്ല ടേസ്റ്റാണ്, ടേസ്റ്റിനൊന്നൊരു വ്യത്യാസം ഉണ്ടാവില്ല. അപ്പം ഞാൻ അതോടെ സെറ്റാക്കിയിട്ടുണ്ട്. നമ്മുടെ ഉള്ളിയൊക്കെ ഇവിടെ നല്ലതുപോലെ തന്നെ വാടി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി അതിലേക്ക് കുറച്ച് മസാലപ്പൊടി ഇട്ട് കൊടുക്കണം. ഞാൻ കുറച്ച് കുരുമുളക് പൊടി അതുപോലെ ഗരം മസാല ഇത്ര മാത്രമാണ് ഇട്ട് കൊടുക്കുന്നത്. കൂടുതലായിട്ട് ഇട്ടിട്ട് അതിൻ്റെ ഒരു ടേസ്റ്റ് ഒന്നും മാറ്റണ്ട. ഈ ഒരു മസാലയിൽ മാത്രം തന്നെ ഫില്ലിങ് അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ ഒരു 4 മുട്ട പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. അപ്പം അതൊന്ന് നല്ലപോലെ പൊളിച്ചിട്ട് നമുക്ക് സെൻറ്റർ ഒന്ന് കട്ട് ചെയ്തിട്ടാണ് ഇതിൽ വെക്കേണ്ടത്. അപ്പം നമ്മളുടെ മസാലയൊക്കെ ഗ്യാസ് ഓഫ് ചെയ്തൊന്ന് തണിഞ്ഞതിന് ശേഷം നമുക്കൊന്ന് ഫില്ലാക്കി കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ബണ്ണ് എടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ സെൻറ്റർ ഭാഗം ഒന്ന് കട്ട് ചെയ്തിട്ട് ഒന്ന് കുറച്ച് നമുക്കതൊന്ന് മാറ്റിയിട്ട് ഈ ഒരു ഫില്ലിങ് ചെയ്യാനുള്ള രീതിയിൽ ഒരു ഗ്യാപ്പ് ഉണ്ടാക്കിയെടുക്കണം. അപ്പം ഒന്ന് കട്ട് ചെയ്തിട്ട് നമ്മൾ ചെയ്തെടുക്കുക. ഇതൊക്കെ ഒരുപാട് പല രീതിയിൽ ബണ്ണ് നിറച്ചിട്ട് ചെയ്തവരുണ്ടാവും. അപ്പോൾ ഇപ്പം ക്രീം ബണ്ണായിട്ടും കൊറിയൻ ബണ്ണായിട്ടും പല രീതിയിലുള്ള ബൺ ഐറ്റംസ് കടകളിലും അല്ലാണ്ടൊക്കെ എല്ലാവരും കാണാം. അപ്പോൾ വീട്ടിൽ തന്നെ ഇതുപോലെ ഒന്ന് ട്രൈ ആക്കി നോക്കട്ടോ. നല്ല ടേസ്റ്റാണ്. എന്താ പറയുക, സിമ്പിളായിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാനും പറ്റും. പിന്നെ കൂടുതൽ എണ്ണയിലിട്ട് പൊരിച്ചു പോരേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പം എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കട്ടോ. അപ്പോൾ ഞാനിതൊക്കെ ബണ്ണെല്ലാം ഒന്ന് സെൻറ്റർ ഒന്ന് എടുത്ത് മാറ്റി ക്ലീനാക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ ആ ഒരു എടുത്ത് മാറ്റി കളയുന്ന ഭാഗം നമുക്ക് ഇത് ലാസ്റ്റ് ആവശ്യമുണ്ട് കേട്ടോ. അപ്പം നമുക്കിതൊന്ന് ഫില്ലാക്കി കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് എഗ്ഗൊക്കെ ഒന്ന് സെൻറ്റർ കട്ട് ചെയ്തെടുക്കുക. മുഴുവനായിട്ട് വെക്കുമ്പോൾ ബണ്ണിൽ അത് ഒന്ന് എന്താ പറയുക, ലെവലായിട്ട് നിൽക്കില്ല. അതുകൊണ്ട് സെൻറ്റർ കട്ടാക്കിയിട്ട് തന്നെ വെക്കാം. അപ്പോൾ ഞാൻ കുറച്ച് മയോണൈസ് ആക്കി കൊടുക്കുക. ഇനി സോസിൻ്റെ ടേസ്റ്റ് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം വെച്ച് കൊടുക്കുക, അതിൻ്റെ ആവശ്യമില്ല. മയോണൈസും ഈ ഒരു നമ്മൾ ഉണ്ടാക്കി വെച്ച മസാലയും മാത്രം മതി. ഇനി മസാല വെക്കുക, എഗ്ഗ് വെക്കുക, മയോണൈസ് ആക്കുക, ആ രീതിയിൽ ഫില്ല് ചെയ്തിട്ട് വിരൽ വെച്ചിട്ട് തന്നെ സൈഡിലൊക്കെ ഒന്ന് ഫില്ലാക്കി കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ ആ ഒരു ഉള്ളിൽ നിന്ന് മാറ്റി വെച്ചിട്ടുള്ള ബണ്ണിൻ്റെ പീസ് ഉണ്ടല്ലോ, അത് വെച്ചിട്ടൊന്ന് കവർ ചെയ്യുക. ഇനി അഥവാ അത് സ്റ്റിക്കായി കിട്ടുന്നില്ലെങ്കിൽ കുറച്ച് വെള്ളം തൊട്ടിട്ടൊന്ന് ഒന്ന് സ്റ്റിക്കാക്കി എടുത്താൽ മതി. ഒന്ന് കംപ്ലീറ്റ് ഒന്ന് കവറാക്കി കിട്ടും. പിന്നെ നമ്മൾ എഗ്ഗിൽ ജസ്റ്റ് ഒന്ന് കോട്ട് ചെയ്യുന്നുണ്ട്. ആ സമയത്ത് തന്നെ അതിൻ്റെ ഒരു ഗ്യാപ്പൊക്കെ ഒന്ന് ഫില്ലായി കിട്ടോളും. അല്ലാണ്ട് കറക്റ്റായിട്ട് വരണമെന്നൊന്നുമില്ല കേട്ടോ. അടിപൊളിയായിട്ട് തന്നെ കിട്ടും. അപ്പം ഫുള്ളായിട്ട് തന്നെ നമുക്കതുപോലെ ചെയ്തെടുക്കാം. ഈവനിങ്സിന് കുട്ടികളൊക്കെ വരുന്ന സമയത്ത് ഭയങ്കര വിശന്നിട്ടൊക്കെ വരുന്നതായിരിക്കും സ്കൂളൊക്കെ വിട്ടിട്ട്. അപ്പോൾ ഇതുപോലത്തെ ഒരു സ്നാക്ക് കിട്ടുന്ന സമയത്ത് കുട്ടികൾ നല്ല ആർത്തിയോടെ തന്നെ കഴിക്കും. നല്ല ടേസ്റ്റാണ്. പിന്നെ മയോണൈസൊക്കെ കുട്ടികളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണല്ലോ. അപ്പോൾ എന്തായാലും ഇഷ്ടപ്പെടും. പിന്നെ ഇത് നമുക്കിങ്ങനെ ഫില്ല് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രീസ് ചെയ്തിട്ട് പിറ്റേന്നേക്കൊക്കെ വേണമെങ്കിൽ സൂക്ഷിക്കാം കേട്ടോ. അത് നിങ്ങളുടെ താല്പര്യം പോലെ. നമ്മൾ പാല് ഉണ്ടാക്കുന്ന സമയത്ത് പാല് ചൂടാക്കി തിളപ്പിച്ചിട്ട് തണുപ്പിച്ച് മയോണൈസ് ഉണ്ടാക്കിയതാണെങ്കിൽ അങ്ങനെയൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നതിൽ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. അപ്പം ഇനി ഞാൻ മസാല ഉണ്ടാക്കി അതേ പാനിൽ കുറച്ച് ബട്ടർ ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഓയിലായാലും കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് നമ്മൾ ഫില്ല് ചെയ്തത് മുട്ടയിലൊന്ന് കോട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്കൊന്ന് ബട്ടറിലിട്ടിട്ട് എല്ലാ ഭാഗവും ഒന്ന് മൊരിച്ചെടുക്കാം. അപ്പം ബട്ടറിൽ തന്നെ ആക്കിയെടുക്കുന്ന സമയത്ത് ബണ്ണ് നല്ല സോഫ്റ്റ് ആയിരിക്കും. അതുപോലെ കഴിക്കാൻ ഭയങ്കര ഒരു ടേസ്റ്റ്, നല്ല സ്മെല്ലും ഉള്ളിലുള്ള ആ ഫില്ലിങ്ങും എല്ലാം കൂടി ഭയങ്കര ഒരു ടേസ്റ്റ് ആയിരിക്കും. എന്തായാലും ഒന്ന് എല്ലാവരും ട്രൈ ആക്കി നോക്കട്ടെ. ഉണ്ടാക്കിയെടുക്കാൻ ഭയങ്കര എളുപ്പമാണ്. കൂടുതൽ എന്താ പറയുക, അരിഞ്ഞ് കട്ടി അങ്ങനത്തെ പരിപാടികളൊന്നുമില്ല. ഒരു സവാള മാത്രമാണ് മെയിനായിട്ട് ഇതിൽ വേണ്ടിയുള്ളൂ. ബാക്കി പിന്നെ പച്ചമുളകും വെളുത്തുള്ളി മിക്സിയിലൊന്ന് ചതച്ചെടുക്കേണ്ടിയല്ലേ ഉള്ളൂ.
അപ്പം എല്ലാത്തിനും അങ്ങനെയൊക്കെ തന്നെ, എന്നാലും കുറേ ഒരു പണി ലാഭമുള്ള പോലെയാണ് എനിക്കൊരു ഈ സ്നാക്കിന് തോന്നിയത്. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ആക്കി നോക്കട്ടോ. പിന്നെ മുട്ടയും പിന്നെ ബണ്ണൊക്കെ കാണുന്ന സമയത്ത് വയറ് നിറയാൻ ഒരാൾക്ക് ഒന്ന് എന്നുള്ള രീതിയിൽ തന്നെ ഇത് അടിപൊളിയായിരിക്കും. ഒന്ന് കഴിച്ചാൽ തന്നെ കുട്ടികൾക്കൊക്കെ നല്ല വയറൊക്കെ ഒന്ന് ഫില്ലായി കിട്ടും. അപ്പം ഈവനിങ് സ്നാക്കായിട്ട് കഴിക്കാൻ അടിപൊളിയാണ്. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ആക്കി നോക്കാം. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്താൻ മറക്കരുത് കേട്ടോ. അപ്പം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോസിൽ കാണുന്നവരേക്കും ടേക്ക് കെയർ, ബൈ.